7ാം ക്ലാസ്സിലുള്ള എൻ്റെ മകൻ ചോദിക്കുന്നു, അമ്മേ ഇവർ സിസ്റ്റേഴ്സ് ആണോ എന്ന്. ഞാൻ മറുപടി പറയാൻ പറ്റാതെ നിന്ന് പോയിട്ടുണ്ടെന്ന് ഒരു അമ്മയുടെ കമൻറ്റ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മുതിർന്ന ഒരു ആണും പെണ്ണും ചേർന്നിരിക്കുന്ന ഫോട്ടോ കണ്ട എന്തായിരിക്കും അമ്മയോട് ചോദിക്കുക? അമ്മയുടെ ആ സംശയത്തിൽ എന്തോ ഒരു പെശകുണ്ടല്ലേ? അതായത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഉള്ളതല്ലാത്ത എന്തോ ഒരു ഇടപാട് ഒരു ആണും പെണ്ണും തമ്മിൽ ഉണ്ട് എന്നാണല്ലോ ആ ചോദ്യത്തിൻ്റെ ഒരു ധ്വനി. അതിൽ തെറ്റൊന്നുമില്ല, സത്യത്തിൽ അങ്ങനെ ഒരു ഇടപാടുണ്ട്. അതിനെയാണ് നമ്മൾ ലൈംഗികത എന്ന് വിളിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പുരുഷനും സ്ത്രീയും അടുത്തിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ അവരുടെ സ്വകാര്യതകളിൽ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ ലൈംഗിക അവയവം എങ്ങനെ ഉള്ളതായിരിക്കും എന്നൊക്കെയാണോ ചിന്തിക്കുക? കുട്ടി ചിന്തിച്ചില്ലെങ്കിലും അമ്മ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ടാണ് കുട്ടിയും ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക എന്ന്, അതിന് ഞാൻ എന്ത് മറുപടി കൊടുക്കുമെന്ന് അമ്മ ആശങ്കപ്പെട്ടത്. നമ്മൾ രണ്ട് മനുഷ്യരെ കാണുമ്പോൾ അവരവരുടെ സ്വകാര്യതകളിൽ അവരെന്തെല്ലാം ചെയ്യുന്നുവെന്ന് ഒളിഞ്ഞു നോക്കാൻ പോകേണ്ട കാര്യമില്ല. കുട്ടിക്ക് ഒരിക്കലും കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ അവരവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ മുറിയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ പോകാറില്ല. അപ്പോൾ ആ കുട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ച മാന്യത അമ്മയും കാണിക്കേണ്ടതാണ്. അതായത് രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ഇതാരാണ് എന്ന് കുട്ടി ചോദിച്ചാൽ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടികളുടെ ലൈംഗിക അവയവങ്ങളൊന്നും സ്വപ്നം കാണേണ്ട കാര്യമില്ല. അവരവരുടെ സ്വകാര്യതകളിൽ എന്തെല്ലാം ചെയ്യുന്നുവെന്നും സ്വപ്നം കാണേണ്ട കാര്യമില്ല. കുട്ടിയോട് അവർ പങ്കാളികളാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോൾ കുട്ടി ചോദിച്ചേക്കാം, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പങ്കാളികളാകുമോ എന്ന്. അപ്പോൾ അവരോട് പറയാം, സാധാരണ പുരുഷനും സ്ത്രീയും തമ്മിലാണ് പങ്കാളികളാകുന്നത്. എന്നാൽ ചില മനുഷ്യർ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. രണ്ടുപേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത അത്രയും കാലം അതൊരു പ്രശ്നമല്ല. ഈ ലോകം എല്ലാവരുടെയും കൂടിയാണ്.